ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മളെങ്ങനെയാണ് ഈ ഒരു എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റിൽ ഒരു HTML പേജ് ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു പുതിയ ലെയർ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൺട്രോളറാണ് ആഡ് ചെയ്തെങ്കിൽ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ MVCയിലെ വ്യൂ ലെയർ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യൂ ലെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് HTML പേജസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളൊരു പ്ലെയിൻ സ്ട്രിങ് ആണ് ലോഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് HTML ടാഗ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ടിൽ കാണുന്നതെന്ന് പറയുന്നത് ആക്ച്വൽ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ പോലും അതൊരു HTML ടാഗ്, H1 ടാഗിനകത്തുള്ള ഒരു HTML പേജായിട്ടാണ് ഈ പേജ് റെൻഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചേഞ്ചിലേക്കുള്ള ആക്ച്വൽ ചേഞ്ചസ്, കോഡ് ചേഞ്ചസ് ആയിരിക്കും ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വന്നേക്കുന്ന ചേഞ്ചസ്, ഞാനിപ്പോൾ ഫോർ ദ ടൈം ബീങ് ഈ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം നമുക്ക് സോഴ്സ് കോഡ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊജക്റ്റിൽ ആദ്യമായി വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെക്സ് ആക്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ഷൻ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഇതിൻ്റെ റിട്ടേൺ ടൈപ്പായിട്ട് @% ഉള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷെ ഒരു ബിഗിനർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആക്ഷൻ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ റിട്ടേൺ ടൈപ്സ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഒരു വ്യൂ ആണ്. ഓക്കെ, ഈ വ്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ നോക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രൊജക്റ്റ് സ്ട്രക്ചറിൽ പുതിയ 2 ഫോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഫോൾഡർ എന്ന് പറയുന്നത് വ്യൂസ് എന്ന് പറയുന്ന ഫോൾഡറാണ്. അപ്പോൾ ഈ വ്യൂസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ ഈ MVC ലെയറിലെ വ്യൂസ് അതല്ലെങ്കിൽ HTML പേജസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രഡീഷണലി നമ്മളൊരു കൺവെൻഷൻ ബേസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു, എന്താണ് ഹോം കൺട്രോളർ എന്നുള്ളതിൽ ഹോം എന്ന് പറയുന്ന പേരായിരിക്കും കൺട്രോളറിൻ്റെ പേര്. അപ്പോൾ അതിന് വെച്ചിട്ടാണ് URLs വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വ്യൂവിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. നമ്മൾ വ്യൂസ് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന കൺട്രോളറിൻ്റെ നെയിം ഹോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വ്യൂവിൻ്റെ ഡയറക്ടറിയുടെ പേര് വ്യൂസിൻ്റെ അകത്ത് ഹോം എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കറക്റ്റ് നെയിമിംഗ് കൺവെൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ .NET ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്യും ഈ ഒരു ഹോം കൺട്രോളറിൻ്റെ ഫോൾഡർ, വ്യൂ ഫോൾഡർ ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ആക്ഷനിൽ ഏത് വ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് HTML പേജ് ലോഡാക്കണമെന്നുള്ളത് വ്യൂവിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആക്ഷൻ്റെ പേര് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഈ ഹോം ഡയറക്ടറിക്കകത്ത് index.cshtml എന്ന് പറയുന്ന ഫയലിലായിരിക്കും നമ്മുടെ HTML നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ CSHTML വരാനുള്ള കാരണം നമ്മൾ പ്ലെയിൻ HTML എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റാറ്റിക് ആണ്. ഓക്കെ, നമുക്കിവിടെ ആക്ച്വലി ഇതൊരു സ്ക്രിപ്റ്റിംഗ് കൈൻഡ് ഓഫ് സാധനം ആയതുകൊണ്ട് തന്നെ ഡൈനാമിക് HTML ആണ്. നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ വളരെ മിനിമലായിട്ടുള്ള സ്റ്റാറ്റിക് HTML ആണെങ്കിലും ആക്ച്വൽ കോഡിങ് വരുമ്പോൾ ഇവിടെ ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റയും ലൂപ്പിങ്ങും കാര്യങ്ങളൊക്കെ HTML വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാണിച്ചിരിക്കുന്ന ബേസിക് സിമ്പിളായിട്ടുള്ള HTML ആണ് നമുക്ക് അവിടെ ഈ ഒരു പേജിൽ ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രഡീഷണലി നിങ്ങൾ ഇങ്ങനെയായിരിക്കും ഇനി ഒരു വ്യൂ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു കൺട്രോളർ ആക്ഷനുമായിട്ട് ഒരു വ്യൂ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ ഡാറ്റ ഒന്നും ഇതിലേക്ക് പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ഇനി അതിൻ്റെ എങ്ങനെയാണ് ഒരു ഡാറ്റ പാസ് ചെയ്തത് HTML കാണിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് കാര്യങ്ങളായിരിക്കും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ചേഞ്ചസ് നിങ്ങൾ മാനുവലി ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വ്യൂസ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു MVC ടെംപ്ലേറ്റ് അല്ല, ഒരു empty .NET Core .NET ടെംപ്ലേറ്റിലാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യൂസ് ഫോൾഡറൊന്നും നമുക്ക് ഇല്ലാത്തത്. പക്ഷേ പഠിക്കാനായിട്ട് ഇതിങ്ങനെ മാനുവലി 1 by 1 ലെയറായിട്ട് ആഡ് ചെയ്യുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വ്യൂ റിട്ടേൺ ചെയ്തു, നമ്മുടെ റിട്ടേൺ ടൈപ്പ് ആക്ഷൻ റിസൾട്ട് ആക്കി കൊടുത്തു, പ്ലസ് നമ്മുടെ HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചേഞ്ച് ഞാൻ ആപ്ലിക്കേഷൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം.
ഈ ഒരു ചേഞ്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ സോഴ്സ് കോഡ് കൺട്രോൾ അല്ലെങ്കിൽ ജിറ്റ്ഹബിലെ കോഡ് വെച്ച് കമ്പയർ ചെയ്തിട്ടും നിങ്ങൾക്ക് എക്സാക്ട് ചേഞ്ചസ് ഇൻ കേസ് നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് ചേഞ്ചസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഈ ലോഡായിരിക്കുന്ന പേജ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കമ്മിറ്റാണ് ആക്ച്വലി നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റ് ഹാഷ് എന്ന് പറയുന്നത്. ഈ ഒരു URL നമ്മൾ കണ്ടന്റ് സെക്ഷനിലും അല്ലെങ്കിൽ കമൻസിലും ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം ഇൻ കേസ് നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാക്ട് ഈ വീഡിയോയിലുള്ള കോഡ് ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, റിപ്പീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവാനായിട്ടാണ്. ഇതിൽ ഈ ഒരു റെഡ് ലൈൻസ് ഡിലീറ്റഡ് ലൈൻസ് ആണ്, ഗ്രീൻ ലൈൻസ് എന്ന് പറയുന്നത് ആഡ് ആയിരിക്കുന്ന ലൈൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് സ്ട്രിങ്ങിൽ നിന്ന് ഐ ആക്ഷൻ റിസൾട്ട് ആക്കി. അപ്പോൾ അതുപോലെ തന്നെ പ്ലെയിൻ റിട്ടേൺ സ്ട്രിങ് ആയിരുന്നത് നമ്മളൊരു വ്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വ്യൂവിൻ്റെ ഫോൾഡറിൻ്റെയും ഫയലിൻ്റെയും പാത്തൊക്കെ ഈ ഒരു കൺവെൻഷൻ വെച്ചിട്ട് ഹോം കൺട്രോളറിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഹോം എന്ന് പറയുന്ന ഡയറക്ടറി ആയിരിക്കും വ്യൂസിൻ്റെ അകത്ത്. ഓക്കെ, ആക്ഷൻ ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ HTML പേജിൻ്റെ ഫയൽ നെയിം എന്ന് പറയുന്നത് ഇൻഡെക്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു നെയിം കറക്റ്റ് ആണെങ്കിൽ ഫ്രെയിംവർക്ക് ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫയൽ ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഏറ്റവും മിനിമലായിട്ട് ഒരു സ്റ്റാറ്റിക് HTML ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ MVCയിൽ ഇപ്പോൾ നമ്മൾ കൺട്രോളർ ആഡ് ചെയ്തു, വ്യൂ ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതിലിനി കുറച്ച് ഫർദർ അഡ്വാൻസ്ഡ് കാര്യങ്ങളായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഗ്രാജ്വലി നമ്മൾ നമ്മുടെ ഡാറ്റാബേസ് അല്ലെങ്കിൽ മോഡൽ ലെയറിലേക്ക് എത്തുന്നതായിരിക്കും.